ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഫുഡീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വീഡിയോ കാണുമ്പോൾ തന്നെ അറിയാം ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചീര തോരനാണ്. അപ്പോൾ ചീര ഇല്ലാത്ത വീടുകളില്ല. അപ്പോൾ നമുക്ക് ചീര വെച്ചിട്ട് എങ്ങനെയാണ് തോരൻ വെച്ചതെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. എന്നിട്ട് ഞാനിവിടെ ചുമന്ന ചീരയാണ് എടുത്തു വെച്ചേക്കുന്നത്. അപ്പോൾ നമുക്കിതൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം. അപ്പോൾ ചീര തോരൻ ഉണ്ടാക്കാൻ വേണ്ടി ക്ലീൻ ചെയ്യുന്നതാണ് കുറച്ച് പണിയുള്ളത്, അല്ലാതെ ബാക്കിയൊക്കെ എളുപ്പമാണ്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇതിൻ്റെ ഇലകളിലുള്ള കേടൊക്കെ ഒന്ന് കളയണം. അതെല്ലാം ഒന്ന് അടർത്തി കളയുക. പുഴുവൊക്കെ ഉണ്ടാവും ചിലപ്പോൾ. അപ്പോൾ പുഴുവൊക്കെ ഉണ്ടോ എന്ന് നോക്കിയിട്ട് നന്നായിട്ട് നമുക്ക് നോക്കിയെടുക്കണം. ചീരേൻ്റെ തണ്ടിലുള്ള തോലൊക്കെ ഒന്ന് എടുത്ത് കളയണം. അതേപോലെ നമുക്ക് എല്ലാ ചീരയിലെയും ഒന്ന് നന്നാക്കിയെടുക്കാം. ഇത് മാത്രമേ ചീരത്തോരൻ വെക്കുന്നതിലുള്ള ഒരു കുറച്ച് ടൈം എടുക്കുകയുള്ളൂ, ചീര നന്നാക്കി എടുക്കേണ്ട ടൈം. അതല്ലാതെ ബാക്കിയൊക്കെ എളുപ്പമാണ്. ഞാൻ എല്ലാ ചീരയും നന്നായിട്ട് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് നന്നായിട്ട് കഴുകിയെടുക്കണം. അപ്പോൾ ഇതിൽ മണ്ണൊക്കെ ഉണ്ടാവും. അപ്പോൾ നന്നായിട്ട് വെള്ളത്തിൽ ഒരു 2-3 വട്ടം തന്നെ വെള്ളത്തിൽ കഴുകിയെടുക്കണത്. അപ്പോൾ ഇതേപോലെ നന്നായിട്ട് കഴുകിയെടുക്കാം. ഞാനെല്ലാം കഴുകിയെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലെ വെള്ളമൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് വാർന്നു പോയതിന് ശേഷം മാത്രമേ ഇത് അരിഞ്ഞെടുക്കാൻ പാടുള്ളൂ. ഇല്ലെങ്കിൽ നമ്മൾ തോരൻ വെക്കുമ്പോൾ ഒരുപാട് വെള്ളമായി പോകും. അപ്പോൾ വെള്ളമൊക്കെ പോയതിന് ശേഷം നന്നായിട്ട് അരിഞ്ഞെടുക്കണം. അപ്പോൾ അതിൻ്റെ തണ്ടൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കുക. ബാക്കി ചീര കുറച്ച് വലുപ്പത്തിൽ അരിഞ്ഞാലും കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് നന്നായിട്ട് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. അത് ലാസ്റ്റ് വീഡിയോ ചക്കക്കുരു മാങ്ങയാണ്, മുരിങ്ങാക്കോല് വെച്ച് ഉണ്ടാക്കിയതാണ്. അപ്പോൾ അതൊരു കണ്ടിട്ടില്ലാത്തവർ കണ്ടു നോക്കണം. അതിൻ്റെ ലിങ്ക് ഞാൻ ഇതിൻ്റെ കൂടെ കൊടുക്കുന്നതാണ്. ചീരയൊക്കെ ഞാനിവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ തോരന് വേണ്ടിയുള്ള തേങ്ങ, പച്ചമുളക്, വെളുത്തുള്ളി, പിന്നെ ഒരു സവാള, ഇത്രയും ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ സവാള ഒരു ചെറിയ സവാളയാണ് എടുത്തേക്കുന്നത്. വെളുത്തുള്ളി ഒരു 3-4 അല്ലി ചതച്ചാണ് വെച്ചേക്കുന്നത്. പച്ചമുളക് 2 എടുത്തിട്ടുണ്ട്. പിന്നെ തേങ്ങ ആവശ്യത്തിന് ഇത്ര ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് കുക്ക് ചെയ്യാൻ വേണ്ടി ഒരു പാത്രം വെക്കാം. അപ്പോൾ നന്നായി ഇതിലേക്ക് ഏകദേശം ഒരു 3 ടീസ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക. കടുകൊക്കെ പൊട്ടിക്കഴിയുമ്പോൾ അതിലേക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക. അപ്പോൾ വെളുത്തുള്ളീൻ്റെ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ ചേർത്താൽ മതി. പിന്നെ പച്ചമുളകും പിന്നെ സവാളയും കൂടെ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇത് സവാള ഒന്ന് വഴന്ന് കിട്ടാൻ കുറച്ച് ടൈം എടുക്കും. അപ്പോൾ അത് ആദ്യം ഒന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കുക. അതിനുശേഷം ചീര ഇട്ട് കൊടുത്താൽ മതി. കുറച്ചൊന്ന് വഴന്ന് കിട്ടിയാൽ മതി. ഇപ്പോൾ ചെറുതായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചീര ഇട്ട് കൊടുക്കാം. ചീരയ്ക്ക് ഒരുപാട് വേവില്ല, പെട്ടെന്ന് തന്നെ ആവും. അതാണ് കുറച്ച് വൈകിട്ട് ഇട്ട് കൊടുത്തത്. ഇനി ഇതിലേക്ക് തേങ്ങയും കൂടെ ഇട്ട് കൊടുക്കാം. തേങ്ങ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടതിന് ശേഷം നന്നായിട്ട് ഇളക്കുക. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് തട്ടി വെക്കുക. എന്നിട്ട് മൂടി വെച്ച് കുറച്ച് നേരം കുക്ക് ചെയ്യുക. അപ്പോൾ ഒരുപാട് വേവില്ല, പെട്ടെന്ന് തന്നെ ചീരയാവും. വേറെ വെള്ളം ഒന്നും ഒഴിച്ചു കൊടുക്കരുത്. ഇപ്പോൾ ഏകദേശം ആയിട്ടുണ്ട് ചീര. അപ്പോൾ ഇതിൻ്റെ വെള്ളമൊക്കെ വറ്റി പാകത്തിന് കുക്കായി വന്നിട്ടുണ്ട്. ഇപ്പോൾ തീരെ വെള്ളമൊന്നുമില്ല ഇതിൽ. ഇപ്പോൾ നമ്മൾ ചീര അരിയുമ്പോൾ തന്നെ കുറച്ച് നേരം മാറ്റി വെച്ച് അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വാർന്ന് പോയിട്ട് അരിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അതിൽ വെള്ളമൊക്കെ പോയി കിട്ടും. ഒരുപാട് വെള്ളമൊന്നും ഉണ്ടാവില്ല ചീരത്തോരനിൽ. അപ്പോൾ നമ്മുടെ ചീരത്തോരൻ റെഡി ആയിട്ടുണ്ട്. ഞാൻ സ്റ്റവ് ഓഫ് ചെയ്യാണ്. അപ്പോൾ ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം. എല്ലാവർക്കും തന്നെ ഇഷ്ടമാണ്. കുട്ടികൾക്കൊക്കെ ഒരുപാട് നല്ലതാണ് ചീരത്തോരൻ കൊടുക്കുന്നത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ളതാണ്. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും.